എടാ KV-യുടെ ഗ്യാങ് ഹൗസിലോട്ട് കേറിക്കോ. കേറി കുഴപ്പമൊന്നുമില്ല, കേറിക്കോ. ഇതൊക്കെ മയത്തില് അവരെ ഇടിച്ചിടാൻ പോകുന്ന രീതിയിൽ കയറി പോരുത്. എടാ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഇവിടെ ആരും ഇല്ല. വിളിച്ചു വെക്കണേ, വിളിച്ചു വെക്ക്. കേട്ടിട്ടുണ്ട്. ഡോർ അടയ്ക്കാൻ പറ്റൂലേ? ഡോർ അടയ്ക്കാടാ. ഓ പിന്നെ എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. ഡ്രൈവറിനെ പറ്റത്തുള്ളൂ. അല്ലല്ലോ, നമ്മൾ ഇരിക്കുന്നത് എടുത്ത് അടയ്ക്കാം. ഫോൺ ഓൺ ആക്കുന്ന. ഫോൺ ഓൺ ആണല്ലോ എൻ്റെ. ഞാൻ ഇന്നലെ ഇതുവല്ലോ ഇട്ടോ. ഇല്ലല്ലേ. AP എവിടെയെങ്കിലും ബ്രോ? അവനൊരു ചെറിയൊരു ഗ്യാപ്പിലാ, ഒരു ചെറിയൊരു പേഴ്സണൽ ഗ്യാപ്പിലാ. ഉടനെ വരും. വാസു ബ്രോ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. റേഡിയോ ഫോൺ ഒന്ന് കയ്യിലെടുത്തു നോക്ക്. വന്നു. ഹലോ. പറഞ്ഞു. വാസ്കോ, ഞങ്ങള് KV-യുടെ ഗ്യാങ് ഹൗസിനകത്ത് പോണ്ട്. നിങ്ങൾ എവിടെയാ? ഞങ്ങളെ മുതുക്കുണ്ട്. ഒന്നും കൊണ്ട് വരും, ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. ഹലോ, എവിടെ KV-യുടെ ഗ്യാങ് ഹൗസില്. ഞാൻ തൊട്ടപ്പുറത്തൊന്ന് വിളിക്കാൻ വരുമോ? എവിടെയാ? തൊട്ട് വളവലി ഞാൻ പിങ്ങാണോ? ഡബ്ല്യുവിന്റെ ആ വരയിൽ നിൽക്കുന്നു. ഓ ഞാൻ എന്താ എടാ ചന്ദ്രനെ ഒന്ന് വിളിച്ചിട്ട് വരാടാ. എവിടെ ചന്ദ്രൻ? ഡബ്ല്യൂല് നിൽപ്പുണ്ട്. ഇവിടെ ഈ ഡബ്ല്യൂല്. ഇതി ഞാൻ കയറാൻ 1 മണിക്കൂർ എടുക്കും. തന്നെ അത്ര പ്രശ്നമുള്ളൂ ഇവിടെ കയറാൻ പറ്റാത്തത്. ഈ ബുദ്ധി ഇല്ലാത്തവൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. ചന്ദ്രനാണ്. ഹലോ. കോലീഡറല്ലേ? വാസ്കോ ആണോ? വാസ്കോ, ഒരു മിനിറ്റ്. ചന്ദ്രൻ ഈ വളവിൽ നിൽക്കുന്നു, ഒന്ന് വിളിച്ചിട്ട് വരാവേ. ഇവളെ നടന്നങ്ങ് വന്നാ പോരായിരുന്ന? നടന്നങ്ങ് വന്നൂടാ ചന്ദ്ര നിനക്ക് അങ്ങോട്ട്? അണ്ണാ അങ്ങനെ വരുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് അന്ന് തോന്നണ്ടാ? ഈ ആദ്യം നീ മറ്റേ LGBT കൊടി മാറ്റ്. എങ്ങനെ മനസ്സിലായത് LGBT ആണെന്ന്? നീ പിടിച്ചോണ്ട് വന്നാ പിന്നെ അതാവൂലേ? അല്ല ആവൂല. ഇത്രയും കളേഴ്സ് ഉണ്ടോ? എനിക്കത് പറഞ്ഞാട്ടാ. ഇത്രയും കളേഴ്സ് സീനുണ്ടാ? ഇത്രയും കളേഴ്സ് ഉണ്ടാ? പിന്നെ അതിന് കുടിക്കാ പിന്നെ. വാസ്കോ പറഞ്ഞു. ഉമ്മദിയമ്മ ഒന്നും വരാറില്ലല്ലേ? ഇല്ലല്ല, വരില്ല. വാസ്കോ, നമ്മള് മറ്റേ ഇതിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. നമ്മുടെ മുതുക്കിലെ പമ്പിന്റെ ഓപ്ഷന്റെ കാര്യമേ. ജോണി മാമന്റെ പമ്പിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട്. നിങ്ങളത് എങ്ങനെയാ? നിങ്ങളത് വീണ്ടും എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? എടുക്കാൻ പ്ലാൻ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത് എടുക്കുന്നില്ല എന്നാക്കി. ആണോ? അത് കുറച്ച് റീസൺസ് ഉണ്ട് അതിന്. അല്ല ഞാൻ കാര്യം പറയട്ടെ, ഞങ്ങൾ അതിൽ ഇന്റർഫിയർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും എടുത്തു. അല്ലല്ല, അതേ ചന്ദ്രനോട് പറഞ്ഞല്ലോ, ചന്ദ്രൻ വിളിച്ച് പറഞ്ഞില്ലേ? അതല്ല, അതുവരെ ഞങ്ങൾ ഓക്കെ ആ ടൈം വരെ ഞങ്ങൾ ഓക്കെ ചെയ്തു. പിന്നെ വേറൊരു പറഞ്ഞല്ലോ, അപ്പനായിട്ട് പറഞ്ഞുതരാം. ഞങ്ങള് ഈ കേസ് ഞങ്ങള് അറിയാലോ, ഇപ്പം ഉള്ളത് ഇതായിട്ട് വരുന്നവരാണെങ്കിൽ ഷെയ്ഖും സാബ്ഗുരുവാണ് ഈ കേസ് വരിക. ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ തന്നെ ഷെയ്ഖിനോട് ഞങ്ങൾ കാര്യം സംസാരിച്ചു. ഷെയ്ഖ് പറഞ്ഞു ഇങ്ങനെ ഒരു ഡീല് പറഞ്ഞു. അപ്പൊ നമ്മള് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അകത്ത് അപ്പം ഞാൻ റെഡിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, റെഡിയിൽ നിന്ന് ഇറങ്ങണ്ടേ. അപ്പൊ ഇങ്ങനെ ഈ ഷെയ്ഖോട് പറഞ്ഞപ്പോ ഷെയ്ഖ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സാബ്ഗുരോടും ചോദിച്ചു. ഷെയ്ഖ് പറഞ്ഞു നിങ്ങൾ എടുക്കുന്നുണ്ട്, ഞങ്ങൾ ലീവ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് പറഞ്ഞ സാബ്ഗുരോട് ചോദിച്ചപ്പോ സാബ്ഗുരു പറഞ്ഞു പുള്ളി എന്തായാലും എടുക്കുന്നു പറഞ്ഞു മുതുക്കുമ്പ്.
ഇപ്പൊ ഞാൻ പറഞ്ഞ് പുള്ളി ഒരു 50% ഓഫർ എന്തോ പറഞ്ഞു, പകുതിയും വെച്ച് എടുക്കാം, അങ്ങനെ ഷെയറിൽ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറ്റത്തില്ല, ഞാൻ പറഞ്ഞു അങ്ങനെ. പിന്നെ ഞങ്ങൾ പറഞ്ഞു പറ്റത്തില്ല, ഒന്നെങ്കിൽ KVക്ക് മാത്രം, അല്ലെങ്കിൽ ഞങ്ങളെ പമ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അങ്ങനെ പറയല്ലേ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങളെ മെമ്മറീസ് ഒക്കെ ഉള്ള പമ്പല്ലേ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ബാഡ് ആവുന്നു. ഒരു കാര്യം പറയാം, ഷെയ്ക്കല്ലേ ഷെയ്ക്ക് ഡ്രോപ്പ് ചെയ്ത കേസ് അങ്ങനെ എടുക്കുന്ന പറഞ്ഞു. സാബൂര് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞ് ഈ എടുക്കുന്നില്ല, ഞങ്ങൾ എടുക്കുന്നില്ല, നിങ്ങൾ വിളിച്ചോ, നിങ്ങളെ മേളിൽ ആരെയും വിളിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ആ പമ്പ് ഞാൻ വിളിക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ അറിയുന്ന കേസ് അറിയുന്നത് പുള്ളി പിന്നെ വേറെ രീതിയിൽ എടുക്കുന്നൊക്കെ വെല്ലുവിളിച്ചു, അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ അറിയുന്നത്. ഞങ്ങളെ ഷെയ്ക്കിനെ വെല്ലുവിളി അങ്ങനെയൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. പുള്ളി പിന്നെ അറിഞ്ഞ കാര്യം, പുള്ളി എന്നോട് പറഞ്ഞ കാര്യം വേറെ, പിന്നെ പുള്ളി പറഞ്ഞു നടക്കുന്ന കാര്യം വേറെ. അല്ല ഞാൻ പറയണെന്ന് പറഞ്ഞ ബ്രോ, നമുക്ക് ബിസിനസ് പരമായിട്ട് നമ്മള് ഈ ഇവിടെ സാബ്ഗുരു അസോസിയേറ്റ്സും ബാങ്കും എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങള് ബിസിനസ് പാർട്ട്നേഴ്സാ. അതായത് പുള്ളി ആദ്യം ഇവിടെ സിറ്റിയിൽ ഒരു ക്ലബ്ബ് തുടങ്ങായിരുന്നു അവരുടെ ഇനിഷ്യൽ പ്ലാന്. അപ്പൊ അത് നമുക്ക് വേണ്ടിയിട്ട് ഈ പറയണത് പോലെ പുള്ളിക്ക് തുടങ്ങുന്ന സമയത്ത് ക്ലബ് ആകുമ്പോൾ ഈ അടിയും വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഗ്യാങ് ബാക്കപ്പ് എന്നുള്ള രീതിയിലാണ് പുള്ളി നമ്മുടെ ആദ്യം വരുന്നത്. അപ്പൊ അന്ന് തൊട്ടേ നമുക്ക് പുള്ളിയായിട്ട് കുറച്ച് ബിസിനസ് ഡീൽസ് ഉണ്ട്. ഞാൻ ഈ നമ്മുടെ ഇപ്പൊ KV ആയിട്ട് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയണേ. ഞങ്ങൾ സാബ്ഗുരു ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുക. അപ്പൊ പുള്ളി അന്ന് തൊട്ടേ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ, പുള്ളിയുടെ കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ ഫണ്ട് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളി നമ്മുടെ അടുത്ത് ജസ്റ്റ് വന്നിട്ട് എന്നെ ഇതുപോലെ ഒരു ഷെയർഡ് ബാങ്കിൽ ഫണ്ട് ഏൽപ്പിച്ചിട്ട് ഓപ്ഷന്റെ കാര്യം നോക്കാനാണ് സാബ്ഗുരു ഇപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് പുള്ളിയുടെ ഇപ്പൊ പുള്ളിയുടെ ഓപ്ഷന് പുള്ളി അവൈലബിൾ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്ന് കാര്യങ്ങൾ എടുക്കുക. ഞങ്ങൾക്ക് 20% ഷെയർ ആണ്. ഞങ്ങൾ ഇത് ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങൾ KV എടുത്ത് മാത്രം പറയുകയാണ്, വേറെ അടുത്തും പറയണില്ല. ഞങ്ങൾ പറയണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 20% ഷെയർ ആണ് അവര് നമുക്ക് ഓഫർ ചെയ്തേക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞ ഇതിനകത്തോട്ട് വന്നതും ഇന്റർഫിയർ ആയതും. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ പമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ സാബ്ഗുരുടെ അടുത്ത് സംസാരിക്കാം. ഇല്ല അത് വേണ്ട പുള്ളിയുടെ എനിക്ക് പുള്ളിയായിട്ട് ഡീലിന് താല്പര്യമില്ല. എനിക്ക് സീരിയസ് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയല്ല, നമ്മള് മീൻസ് അതായത് നമ്മളത് ലൈക്ക് ഇന്റർഫിയർ ചെയ്യത്തില്ല, മനസ്സിലായില്ല നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു നിങ്ങളും ആ പുള്ളിയുള്ള ഡീൽ ഓക്കെയാണ്, നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ പണ്ട് മുതലേ ഡീലുള്ളതാണ് പുള്ളിയായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. പുള്ളിയോട് ചോദിക്കാനേ പോയിട്ടില്ല, എന്തായാലും എടുക്കുന്ന രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ പറഞ്ഞ് ഞങ്ങൾ ഈ കേസ് ഡ്രോപ്പ് ചെയ്ത് നിങ്ങളോട് വിളിക്കുന്നെങ്കിൽ വിളിച്ചോന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല വിളിക്കണ്ട, നിങ്ങളെ മെമ്മറീസ് ഉള്ളതല്ലേ. എന്നോട് പറഞ്ഞത് വേറെ, പക്ഷെ പുള്ളി പറഞ്ഞു നടക്കുന്നത് വേറെ. അത് എനിക്ക് നല്ല രീതിക്ക് ബാഡ് സീരിയസ്ലി പറഞ്ഞ നല്ല രീതിക്ക് ബാഡ് അടിച്ചത്. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പുള്ളിയോട് സീരിയസ്ലി ആ കേസ് പിന്നെ അതിന് ശേഷം പുള്ളിയോട് സംസാരിച്ചില്ല. ഞാൻ പിന്നെ ഞങ്ങൾ എടുത്ത ഡിസിഷൻ എന്താ വെച്ചാൽ ഞാനാണത് എടുക്കാന്ന് പറഞ്ഞത്. അതായത് മാം പോയതിനു ശേഷം നോക്കിയെടുത്ത ഞാനാണത്. എനിക്ക് എടുക്കുന്ന നല്ല ആഗ്രഹമുണ്ട്, മാമന്റെ മമ്പാണ്ട് എടുക്കുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ രീതിക്ക് ഞാൻ ചോദിച്ചു, പുള്ളി എടുക്കുന്നുണ്ട് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ. അതായത് ഷെയ്ക്കിനോട് തന്നെ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ ഷെയറിന്റെ കേസ് ഒന്നും ഞാൻ ചോദിച്ചില്ല. അതൊക്കെ അവർ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളാ. ഷെയ്ക്ക് ആദ്യം പറഞ്ഞ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി പറഞ്ഞു അത് പിന്നെ ഈ ഒരു കേസ് സാബുരുവിന്റെ രീതിയിൽ നല്ല രീതിക്ക് പേടായി. പുള്ളി പറയുന്നത്, അതായത് നമ്മളോട് പറയുന്നത് വേറെ. എന്തായാലും നിങ്ങൾക്ക് എടുക്കുന്ന സീനില്ല, എടുക്കണമെങ്കിൽ എടുത്ത സീനില്ല. ഞങ്ങളല്ല എടുക്കുന്നത്, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് പുള്ളിയുടെ സാബ്ഗുരു അസോസിയേറ്റ്സ് തന്നെയാണ് ഈ ഇതിന്റെ ഓണർഷിപ്പ്. അതിൽ നമുക്ക് 20% പ്രോഫിറ്റ് ഷെയർ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അത് കാരണം നമ്മൾ ഇനിഷ്യൽ തൊട്ടേ ബിസിനസ് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പുള്ളിക്ക് ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ ഒരു ബാക്കപ്പ് നമ്മളാ കൊടുക്കണം പുള്ളിക്ക്. ഇപ്പൊ സിറ്റിസൺ സിറ്റുവേഷനിൽ അങ്ങനെ ഗ്യാങ്ങിന് ഇടപെടാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ പറയണെന്ന് വെച്ചാൽ പുള്ളി നമ്മുടെ ഒരു നമ്മുടെ ടിവിയുടെ ഒരു നെയിമും അല്ലെങ്കിൽ നമ്മുടെ കുറെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആള്, മനസ്സിലായി. അപ്പൊ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് പുള്ളിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അതാണ്. അപ്പൊ നമ്മളെ TV അല്ല എടുക്കണത്, TV അല്ല, സാബ്ഗുരു അസോസിയേറ്റ്സ് തന്നെ എടുക്കണേ 20%. ഞങ്ങള് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയോട് സംസാരിക്കാം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലല്ല, അത് ഞാൻ നോക്കുന്നില്ല. ഞങ്ങള് ഡ്രോപ്പ് ചെയ്ത് ആ കേസ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങളത് ലീവ് ചെയ്ത കാര്യമാണ്. പിന്നെ ഇങ്ങോട്ട് സംസാരിക്കണം, ഈ കാര്യം ഇതേപോലെ സംസാരിക്കണം നമ്മൾ സംസാരിച്ചോളാം. അത് നമ്മൾ സംസാരിക്കാം. ചന്ദ്ര വേറെ കാര്യം പറയാം, പുള്ളിയായിട്ട് ഇനി നല്ല രീതിക്ക് ഞാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഞാനായിട്ട്. കാരണം
പുള്ളിക്കൊല്ലം പറയണ്ടേ, പുള്ളി മുഖത്തൊക്കെ പറയുന്നില്ല. പുള്ളി ബാക്കിയുള്ളവരുടെ സിറ്റി പുള്ളി വേറെ രീതിയിൽ പറഞ്ഞു നടക്കുന്നത്. എന്തായാലും KVനൊക്കെ വെല്ലുവിളിച്ച് നടക്കുന്നത്, എന്തായാലും എടുക്കും, KV എത്രയൊക്കെ വിളിച്ചാൽ ആ പമ്പിൽ അടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നടക്കുന്നത്. എന്തായാലും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കുറെ ആൾക്കാർ എന്നോടൊന്ന് പറഞ്ഞു ഈ കേസ്. അതുകൊണ്ട് പുള്ളിയായിട്ട് നല്ല രീതിക്ക് ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ ഗ്യാങ് എന്തായാലും നല്ല രീതിക്ക് പോകും. അപ്പം നിങ്ങളത് അത് നിങ്ങളെ എഫക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ഈ ഒരു കേസ് ഇല്ലില്ല, ഇതിപ്പോ സാബ് ഗുരുവിന്റെ പേരിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് KVക്കും TVക്കും സംസാരിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇല്ല, അത് നമുക്ക് TVയും KVയും എന്നുള്ളൊരു പ്രശ്നം എന്നുള്ള രീതിയിലാക്കണ്ട. അത് സാബ് ഗുരുവിന്റെ കാര്യം. ഇപ്പം നിങ്ങൾക്ക് KVക്ക് ഇഷ്ടമുള്ള ഇവിടുത്തെ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് TVക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമ്മളിപ്പോ ഒരു ഗ്യാങ്ങില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പോവാ എന്നുള്ളതല്ലേ നമ്മൾ നോക്കണ്ടേ. അത് നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ സാബ് ഗുരുവിന്റെ അടുത്ത് എന്തായാലും ഈ കാര്യം സംസാരിച്ചോളാം. ഇപ്പൊ എന്തായാലും അവര് പുള്ളിക്ക് അത് പമ്പ് വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളെ ഓണർഷിപ്പിലല്ല, TV എന്നുള്ള ഒരു ഓണർഷിപ്പിലല്ല നമ്മളിത് എടുക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാൽ പുള്ളി പറഞ്ഞത് ഈ ആദ്യം പറഞ്ഞ ഈ 50% കേസ് പറഞ്ഞു. നിങ്ങളാണ്ട പറയുന്നത് 50%, അതായത് 50% ഞങ്ങൾക്ക് ഓഫർ പറഞ്ഞ പുള്ളി നിങ്ങൾ എത്ര വേണേൽ വിളിച്ചോ, പുള്ളി പൈസ കൊടുത്തോളം പറഞ്ഞു. പിന്നെ 50% പുള്ളിക്കും 50% KVക്കും അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇല്ല ബ്രോ, താല്പര്യമില്ല, ഒന്നെങ്കിൽ KVക്ക് മാത്രമായിട്ട് ജസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് മാത്രമേ പുള്ളിയോട് ചോദിച്ചുള്ളൂ. അപ്പൊ പുള്ളി ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഡീൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ KVക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാണ്, നിങ്ങൾ വിളിച്ചോന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊന്നും വേണ്ടില്ല, പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു വാസ്കോ അങ്ങനെ പറയില്ല, എനിക്ക് വേടാവും ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫറും പറഞ്ഞു. അതായത് ഞാൻ വിളിക്കത്തില്ല, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മേളിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ, ഞാൻ ഷെയ്ക്കൊക്കെ അവിടെ ഉണ്ടാവും, നിങ്ങൾ നിങ്ങളെ മേളിൽ ആരെയും വിളിച്ചാൽ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇത് പറഞ്ഞായിരുന്നു, അതായത് ഷെയർ ചോദിച്ചെന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ പറഞ്ഞില്ല ഷെയർ അങ്ങനത്തെ രീതിയിലല്ല, നമ്മള് എടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോക്കുന്നുള്ള രീതിയിൽ പറഞ്ഞു. സത്യം പറഞ്ഞുണ്ടല്ലോ, ജോണിയാമ ഉള്ളപ്പം ഫുള്ള് നോക്കി നടത്തുമായിരുന്നു പമ്പ്. സത്യം ജോണിയാമിനും ഒരു ബ്രേക്കാ. അപ്പം പമ്പ് നോക്കാനും പിന്നെ ആ ഒരു രീതിക്കാണ് നമ്മൾ ഫസ്റ്റ് വേണ്ടെന്ന് വെച്ചത്. പമ്പ് മൊത്തത്തില് വേണ്ട, അവര് ആരെ എടുക്കുവാണെങ്കിൽ ആരാണെങ്കിൽ എടുത്തോട്ടെ, നമുക്ക് ലീവ് ആക്കട, മൊത്തത്തില് അതും ഇതുമായിട്ടൊന്നും അവർക്ക് പറയാനുള്ള കാര്യം പറയട്ടാ. നിങ്ങൾ എന്താ ഈ ചാറ്റ് ഇങ്ങനെ കാണാൻ താല്പര്യമില്ല ബ്രോ, പ്ലീസ് ലീവ്. RP ഇങ്ങനെയാണ്. പിന്നെ നമുക്കൊരു ബാഡായി എനിക്ക് അത് മാത്രമേ ആ പറഞ്ഞടക്കുന്ന പുള്ളി വേറെ രീതിയിലാണ്. അതെനിക്ക് നല്ല രീതിക്ക് ബാഡടിച്ച പുള്ളിയായിട്ട്. നമുക്ക് സംസാരിക്കാം. നമുക്കെന്നാ എന്തായാലും ഞങ്ങൾ സംസാരിക്കാം വാസ്കോ. എന്തായാലും അത് ഓക്കെ. ഇപ്പൊ അതിന്റെ പുറത്ത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വരണ്ട. അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞത് അതുകൊണ്ടാ. അതിന്റെ പുറത്ത് എന്താ TV ആയിട്ട് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാ ഇപ്പൊ ഇപ്പൊ ഞാൻ ഓപ്ഷന് പോകുന്നത് പോലും ചിലപ്പോ പുള്ളി അവൈലബിൾ ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഓപ്ഷന് പോകുന്നത് പോലും ഞാനായിരിക്കും. അപ്പൊ എന്റെ മറ്റേ ഷെയർഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ എന്നെ ഏൽപ്പിച്ചേക്കോ പൈസ. അപ്പം നിങ്ങൾ പെട്ടെന്ന് അവിടെ ഇപ്പൊ ഇൻ കേസ് അതിന് വിളിക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് അങ്ങനെയൊക്കെ വിളിച്ചോണ്ടിരിക്കുമ്പോ അത് പിന്നെ അത് ബാഡ് ആവല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നേരത്തെ വന്ന് ഇൻഫോം ചെയ്തത്. എനിക്ക് ഹലോ അണ്ണാ സുഖല്ലേ? നീ എവിടെടാ? ഞാൻ ഇവിടെ KVയുടെ ഗ്യാങ് ഹൗസിൽ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ വിളിക്കാം. ഓക്കെ എന്നാ പോകുന്ന വിളിക്കണേ. വിളിക്കാം. അല്ല നമ്മളെന്തായാലും സംസാരിക്കാം. ഞങ്ങളെന്നാ പോയിട്ട് വരാം. ഇങ്ങോട്ട് വേണം. പിന്നെ നിനക്ക് പിന്നെ എടുത്തോളാം. അശു പോലീസ് പിടിച്ചു. അശു ഇന്നലെ എന്നെ പിടിച്ചു കൊടുക്കാൻ നിന്നെയൊക്കെ പിന്നെടുത്തോളാം. ജുഗ്രുല്ലേ അവിടെ നിക്കുന്നേ കണ്ണാടിയൊക്കെ വെച്ച്? ആ മുടി സ്റ്റീവൻ നീ എവിടെടാ ബ്രോ? ഒന്ന് വിചാരിക്കല്ലേ, നമ്മള് ഇടയ്ക്ക് പള്ളി പിടിക്കാനൊക്കെ ഒന്ന് ഫുഡ് കഴിക്കാറുണ്ട് ഇങ്ങനെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഗുരു നമുക്ക് ഗ്യാങ് ഹൗസിനകത്തോട്ട് നിൽക്കണം. അല്ലെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുവാളിയാ. സബ് ഗുരു ഗ്യാങ് ഹൗസിനകത്തോട്ടോ. സാബിര് മറ്റേ വൈബാണ് കേട്ടോ. അംബാസഡർ മറ്റേ പോലെ സിനിമ ലൂസിഫർ വൈബാണ് കേട്ടോ. അതെ ഇഷ്ടം പോലെ കാറുകൾ ഉണ്ടായിട്ട് കാറുണ്ടെങ്കിൽ ആ സിംപ്ലിസിറ്റി ഉണ്ടാ. സാബ് ഗുരുവിനോടൊരു ബസ് മേടിച്ചു തരാമെന്ന് ചോദിച്ചാലോ? ഏതെത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്.
പക്ഷെ പുള്ളി ഉണ്ടല്ലോ, പുള്ളിയുടെ സ്വർണ്ണമൊക്കെ എടുക്കാന്നാണ് പുള്ളിയുടെ സാഗുരു വാ, 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 വാ. സൗകര്യം. ഗോൾഡിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ? കത്തി കയറുവാണ് ഇങ്ങനെ സൗകര്യം. അല്ല ഗോൾഡിനൊക്കെ നല്ല വില ഉണ്ടോ പൊന്നെ, എങ്ങോട്ട് പോന്നു? ഞാൻ തത്സമയമാണേ. ആ ഓക്കെ ഓക്കെ, മനസ്സിലായി. വേറെ ഒന്നും പറയല്ലേ നിങ്ങള്? മറ്റേ വേറെ ഒന്നും പറയല്ലേ? നാളെ ഇ ഡി റൈഡ്. സൗകര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളുണ്ടേ, വേറെ ഒന്നും ചെയ്യാം. നമ്മളെന്താ മൂന്നുപേരും ഒരേപോലെ നടക്കുന്നത്? നടക്കണുണ്ട്. അത് എവിടെ എങ്ങനെ ചാടി പോയി? ശരി. എടാ സ്റ്റീവേ, ഞാൻ ഗ്യാങ് ഹൗസിലുണ്ട്. എടാ നീ എന്തിനാ വിളിച്ചേ? ആ അണ്ണ ഇപ്പൊ പറയാം. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ ചെറിയ സാബ്ഗുരു ഒരു മീറ്റിംഗ്, ഇങ്ങോട്ട് വന്നാ മതിയേ. സാബ്ഗുരു, കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മനസ്സിലായി. കോംപ്ലിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് KVയുടെ ഗ്യാങ് ഹൗസിൽ പോയായിരുന്നു. KVയുടെ ഗ്യാങ് ഹൗസിൽ ചെന്നപ്പോൾ KV പറയുന്നതെന്ന് പറഞ്ഞാൽ, സാബ്ഗുരു എൻ്റെ അടുത്ത് ആദ്യമേ അവർ മര്യാദയ്ക്ക് സംസാരിച്ചതാണ്. എന്തോ 50-50 ഷെയറിന്റെ കാര്യം എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. എന്നിട്ട് സാബ്ഗുരു എല്ലാവരോടും ഇപ്പോൾ KVയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരെത്ര വിളിച്ചാലും ഞാൻ കയറ്റി വിളിക്കും, അതാണ് ഇതാണെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടാണ് സാബ്ഗുരു നടക്കുന്നതെന്നാണ് അവർ പറയണത്. അപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ സാബ്ഗുരുമായിട്ട് അവർക്കൊരു ഫ്രണ്ട്ലി നല്ല ഡീലിൽ പോകാൻ ഇനി KVക്ക് താല്പര്യമില്ലെന്നാണ് അവർ പറഞ്ഞത് എന്നോട്. ഞാൻ എന്റെ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ആ ഓക്കെ. ഓക്കെ, ഞാന് എന്റെ എടുത്തൊരു എന്റെ POV ആണെങ്കിൽ നമുക്ക് ഞാൻ എന്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ഇതില് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇത് ഞാനിത് അവരെന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പൊ ഞാൻ അവരോട് എനിക്ക് ഇതിലുള്ള ഒരു വിഷയം എന്താന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതെനിക്ക് അന്ന് മറ്റേ ജോണി മാമനോട് ഈ പമ്പ് ഞാൻ വിലക്ക് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഈ സിറ്റി കയറിയിട്ട് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് നോക്കിയൊരു ആ പമ്പാണ്. മുതുക്കത്തെ പമ്പ്. ഓക്കെ, ഞാൻ ഈ സാധനം ജോണി മാമനോട് അന്ന് വില പറഞ്ഞു. ജോണി മാമ 15,000 CR അന്നീന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോണി മാമ 15,000 CR ഞാൻ തരാം, ഞാൻ അത് എടുക്കാൻ റെഡിയാണ്. 1300 കോടി. 15,000 CR. ഓക്കെ, 15,000 CR എന്ന് ജോണി മാമൻ ആ പമ്പിന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തരാം. 15,000 CR എന്ന് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ജോണി മാമൻ എന്നോട് പറഞ്ഞു ആ പൈസ അത് ഞാൻ കൊടുക്കുന്നില്ല, ആ പൈസ ഞാൻ ഓഫർ ചെയ്ത് അത് നിങ്ങൾ തരൂലെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഈ പ്രാവശ്യം KV എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഞാൻ KVനോട് പറഞ്ഞു ബ്രോ എനിക്കത് എടുക്കണമെന്നുണ്ട്. പിന്നെ എന്റെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എനിക്കിവിടെ ഒരു ഫാമിലി ഇല്ല, എനിക്കിവിടെ എന്താ പറയാ ഫാമിലി ഇല്ല, പിന്നെ ഒന്നുമില്ല. എന്റെ മെയിൻ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ് ആണ്. അപ്പോ ഈ സംഭവങ്ങളൊക്കെ എന്താന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, എന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എനിക്കിത് അറിയാലോ, ബിസിനസ് 3 മാസം 4 മാസം കൂടുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സംഭവം എനിക്ക് കിട്ടുക. ആൾക്കാരെ തല്ലിക്ക് വേണ്ടി ഓരോ ഓപ്ഷൻ കൊണ്ടുവരും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കിത് പാർട്ണർഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ, അപ്പൊ അവരെന്നോട് പറഞ്ഞു ആലോചിക്കണം, നാളെ പറഞ്ഞുതരാം, ഷെയ്ഖ് ഓൾറെഡി ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് എന്നോട് വന്ന് പറഞ്ഞു സാബ്ഗുരു വിളിക്കാന്നെങ്കിൽ വിളിച്ചോ, പക്ഷെ ഞങ്ങൾ വിളിക്കും, നമ്മളത് എന്തായാലും പാർട്ണർഷിപ്പ് ടേംസിന് ഇല്ല. ഓക്കെ, ഇത് കഴിഞ്ഞ് ഞാനിത് എടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയി. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ അതായത് OCയില് കുറെ വൃത്തികെട്ട മെസ്സേജുകള് ഒരുപാട് വളരെ വൾഗറായിട്ട് എന്ത് ചെയ്തു കുറെ ആളുകൾ ഇവിടത്തെ അവരെ കൂട്ടത്തിന്നല്ല അല്ലാണ്ട് വെളിയിൽ എന്നെ ട്രിഗർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് KV എന്റെ അടുത്ത് ഹേറ്റില്ല, KV ആയിട്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു KV ആയാലും ഷെയ്ഖ് ആയാലും ആരാണെങ്കിലും, കാരണം എന്റെ ഇതില് ഇവര് രണ്ടുപേരുമാണ് ഇത് സംസാരിച്ചത്. അതാണല്ലോ എന്റെ പേര്. ഞാൻ നാളെ വരാം. ആരാണെങ്കിലും
എന്നെ കൊണ്ടാകുന്നത് പോലെ ഞാൻ വിളിച്ചെടുക്കും. അവർക്ക് എന്നെക്കാട്ടും മുകളിൽ എനിക്കൊരു എമൗണ്ട് എന്ന് പറയുന്നത് എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വരെ എനിക്ക് പോകാൻ കഴിയുള്ളൂ. അതിന്റെ മുകളിൽ ഒരു വിളിച്ചെടുക്കുന്ന എടുത്തോട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് പറഞ്ഞത് അവരോടല്ല. ഞാൻ എന്റെ ചാറ്റില് അതായത് പുറത്ത് വന്നിട്ട് കൊണ്ണടിച്ച ആൾക്കാരോട് ഞാൻ ഇത് പറഞ്ഞേ. ഓക്കെ. അല്ലാതെ മുതുക്കിൽ ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. മുതുക്കിൽ ആരടുത്ത് എന്ത് പറയാ? ഇവരെന്നോട് പറഞ്ഞത് സിറ്റിക്കകത്ത കാര്യമാണ്. ഞാൻ ഈ സിറ്റിക്കകത്ത് ഒരു മനുഷ്യനോട് ഇത് പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞായിരുന്നു. എന്ത് നമ്മളോട് പമ്പ് എടുക്കുന്നുണ്ട്. നമ്മളത് ടിവികളിലല്ലേടാ, അല്ലാതെ വെളിയിൽ പറഞ്ഞോ ആരുടെ? അല്ല എന്റെ അടുത്ത് സൗകര്യം പറഞ്ഞെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ അങ്ങനല്ലെന്ന്. മുതുക്കിൽ വെളിയിൽ വെളിയിൽ ആരടുത്തും പറയാം. വെളിയിലടുത്ത് നീ എനിക്ക് കേവിയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല ഞാൻ വെളിയിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് നമ്മൾ പറഞ്ഞില്ലേ പറഞ്ഞത്. നീ മണ്ടനാടാ ചന്ദ്ര. അണ്ണാ നിനക്ക് ബുദ്ധിയില്ലാത്തതാ നീ. അളിയ അവരെന്താ നമ്മളോട് പറഞ്ഞെന്നറിയോ? മുതുക്കിൽ ആൾക്കാർ കുറെ പേര് പറഞ്ഞ അവരെ അറിഞ്ഞത് നമ്മള് പുള്ളി വെല്ലു വിളിച്ചെന്നാണ് പുള്ളി പറഞ്ഞത്. അതെ അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. മഴ പെയ്യുന്നു വെളിയിൽ. ഹലോ, ഞാൻ വെളിയിലല്ലേ ഇപ്പൊ ആർക്കാ പ്രശ്നം? ആരടുത്താണ് വെല്ലുവിളി നടത്തിയെന്നുള്ളത്. ഒരു മിനിറ്റ് സാബ് ഗുരു, ഞാൻ തുണി വെളിയിൽ ഉണക്കാനിട്ടിരിക്കുന്നു. ഒരു മിനിറ്റ്. അണ്ണ എന്റെ 2 ഷഡ്ഡി. മഴ പെയ്യുന്നടാ പെട്ടെന്ന്. അണ്ണാ എന്റെ റേഡിയോ പുറത്തിരിക്കായിരുന്നു. കറക്റ്റ് ടൈമിൽ നമ്മളിത് അറിഞ്ഞോണ്ടേ. അതെ, ഞാൻ കുറച്ച് സാധനം ഉണക്കാൻ വേണ്ടി അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കാലം തെറ്റിപ്പേണ മഴയാണ് കേട്ടോ ഇത്. നമ്മളെ പോയ ഗ്യാപ്പില് അവർക്ക് സ്ലോ മോഷനിലൂടെ വന്നായിരുന്നു ആവേശ് കുമാർ. ഇനിയിപ്പോ ഒന്നുകൂടി വരികയല്ലോ. അതോ പോണേ ഉള്ളു കേട്ടാ. സാബ് ഗുരു കുറച്ച് സാധനം ഉണക്കാൻ വേണ്ടി വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് എടുത്തു വെക്കാൻ പോയതാണ്. എനിക്കൊരു ഞാൻ വല്ല വിളിച്ച് പറയൂ എവിടെ ഇരുന്ന് ദർശന സ്പാം ചെയ്തോണ്ടിരുന്ന ഗൈസ്. ഒന്ന് ചില്ലാവ് ഗൈസ്. നിങ്ങൾ എന്താണ് മയിരി ഗൈസ്? ഞാൻ കപ്പിൾ ആർപി എനിക്ക് ഇഷ്ടമുള്ളപ്പോ കളിച്ചോളാം ഗൈസ്. ഞാൻ കപ്പിൾ ആർപി മാത്രമായിട്ട് എനിക്ക് കളിക്കാൻ താല്പര്യം ഇല്ല ഗൈസ്. ഞാനത് കൊണ്ടുപോക്കോളാം ഗൈസ്. ഒന്ന് ചില്ലായി ഗൈസ് നിങ്ങള്. സാബ് ഗുരു വാ ഇരി. സംഭവം പറയട്ടെ. ഞാനേ പുറത്ത് എന്താ പറഞ്ഞറിയോ? ഇതൊക്കെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പുറത്ത് ഞാൻ പറഞ്ഞെന്താ പറഞ്ഞാല്, ഞാൻ ഇന്നലത്തെ എന്റെ BOV എടുത്തു നോക്കിയാല് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനത് എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ അത് കീഴിലേക്ക് തിരിച്ചു പോകും. ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയണ സാബ് ഗുരു, നിങ്ങൾ അവരോടൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായോ? ഈ ഒരു കാര്യത്തിൽ ഞാൻ അവന്മാരുടെ അടുത്ത് സംസാരിക്കുന്ന അവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം അവന്മാർക്ക് എന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുക. ഞാൻ സിറ്റിയിൽ ഒരാളെന്നെ വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും മുന്നിൽ പോയി സംസാരിക്കുന്ന ഒരാളാ. ഈ പുറത്ത് കുറെ ആൾക്കാർ ഈ ഇടയിലൊക്കെ ഉള്ള സംഭവങ്ങൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുത്ത് തെറ്റുകാരുണ്ടാക്കുന്നതിന് മുമ്പ് ആ പറഞ്ഞ സമയവും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവർക്ക് പോയിട്ട് ചെക്ക് ചെയ്തൂടെ? അത് ശരിയാ. എനിക്ക് തോന്നുന്നു ചന്ദ്ര എനിക്ക് തോന്നുന്നു അല്ല എനിക്ക് തോന്നുന്ന സാബ് ഗുരു ചന്ദ്ര എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നിങ്ങൾ വെളിയിൽ പറഞ്ഞത് ആരോ ക്ലിപ്പ് ചെയ്ത് അവർക്ക് എന്തോ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ. അതിന്റെ അല്ല സാബ് ഗുരു, ഞാൻ വേറൊരു കാര്യം പറയട്ടാ. അതായത് ഞങ്ങളും KV ആയിട്ടുള്ള ഒരു വെയിറ്റ് സാബ് ഗുരു. അതല്ല ഇപ്പൊ നമ്മളും എനിക്ക് മനസ്സിലായി. എന്താ കേട്ടില്ലല്ലോ? ഷൗട്ട് ഇടൂ. ഞാൻ കൊറേ നേരമായിട്ട് പറഞ്ഞു ഷൗട്ട് ഇട്. എന്ത് ബിസിനസ്മാൻ ഇരുത്താണോ നിങ്ങള്? ഇരിക്കാനാവില്ല. അങ്ങനെ കുഴപ്പമില്ല.
ഈ പുറത്തുള്ള സാധനങ്ങള് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആരുടെ അടുത്തൊരു ഹെയ്റ്റും കാണിക്കാത്ത ഒരാളാണ്. എന്നെ പേഴ്സണലി അറിയുന്നവർക്കൊക്കെ അറിയാലോ. പിന്നെ ഞാൻ മര്യാദയ്ക്ക് ഒരു 2 മണിക്കൂർ ആർപ്പിയും ചെയ്ത് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് അറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം. എനിക്ക് അന്നേരം ഇതാണോ അല്ലെങ്കിൽ വേറൊരു സംഭവം എന്റെ മൈൻഡിൽ നിൽക്കൂല. ഞാൻ ഈ സിറ്റി കയറുന്ന സമയം മാത്രം ആണിങ്ങനെ ഇരിക്കുന്നത്. എനിക്കിത് പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നത് പേഴ്സണൽ ആക്കിയത് എന്റെ ചാറ്റിൽ വന്ന കുറച്ച് വൃത്തികെട്ട മെസ്സേജുകളും എനിക്ക് പേഴ്സണലി കുറെ ആൾക്കാർ അയച്ച വേറെ മെസ്സേജുകളും ഹലോ ഇത് ഇങ്ങനെ ഒരു ലെവലിൽ ഇവരെ എന്നെ വല്ലാണ്ട് ഹറാസ് ചെയ്തപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ പമ്പ് എടുക്കും. അത് KVN അല്ല വെല്ലുവിളിച്ചേ. മനസ്സിലായോ? അത് ഞാൻ എന്റെ ചാറ്റില് നോക്കിട്ടാ പറഞ്ഞേ. അത് സിറ്റിയിലുള്ള ആളോടല്ലേ പറഞ്ഞേ. പിന്നെ ഇതിപ്പോ എന്താ ചെയ്യാനാ സാബുരു? ഇപ്പൊ വിചാരിക്കാം നമുക്ക് കാര്യം പറയാം. അതായിരിക്കും കുറച്ചും നല്ലത്. ഞാനിത് ഇത്ര ആയ സ്ഥിതിക്ക് ഞാനത് വിളിക്കൂ. ഹലോ, മുന്നോട്ട് പോകണ്ടേ? പിന്നെ ഞാനൊരു മീറ്റിംഗിലാണ് വിളിക്കാം. എന്താ പറഞ്ഞേ? ഞാനത് എനിക്കത് വിളിക്കല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, അപ്പൊ സാബ്ഗുരു അത് വിളിക്കുവാണ്. സാബ്ഗുരു ഞാൻ കേൾപ്പട്ടെ. എന്നാ ഞങ്ങൾക്ക് കുറച്ച് ഇത് അതായത് സാബ്ഗുരു ഞങ്ങൾ അവരായിട്ടൊരു ഇതുണ്ട്. അപ്പൊ ടൈപ്പ് മീൻസ് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടാ പോണേ. അപ്പൊ നമ്മള് ഇതില് ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരായിട്ട് അല്ല, അവരിപ്പോ പറയുന്ന അവർ വിളിക്കുന്നില്ലെന്നാണ് നമ്മൾ സംസാരിച്ചിപ്പോ. അവര് പറയുന്ന അവര് വിളിക്കുന്നില്ല കാരണം ഇത് ഇത്ര ആയ സ്ഥിതിക്ക് അവര് വിളിക്കുന്നില്ല എന്നുള്ള രീതിയിലാ പറയുന്നത്. മനസ്സിലായോ എന്റെ ചന്ദ്രൻ? ഞാൻ ഇതിലെടുത്തൊരു ഒരു ഡിസിഷൻ എന്താ പറയുക ഇന്നലെ ഡിവിഷനാ ഒരു തീരുമാനം ഞാൻ ഇതിലെടുത്ത തീരുമാനം എന്താ പറഞ്ഞാല് ഞാൻ ഇത് അഥവാ വിളിച്ചാലും ഞാനിത് സാബ്ഗുരു വിളിച്ചെന്ന് പറഞ്ഞിട്ട് ചെയ്യൂല. ഞാൻ ജോണി മാമന്റെ പേരിൽ ഇത് ചെയ്യുമെന്ന്. പിന്നെ അത്ര കാശുകളാണ് എന്തിനാ ആകാശം? എനിക്കാ സംസാരം ഞാൻ ഡീലാക്കിയിട്ട് നിങ്ങള് അവര് വിളിക്കട്ടെ. നീ ഒരുപാട് ഇതാക്കല്ലേ ചന്ദ്ര, നീ ഒരുപാട് പൈസ മേടിക്കല്ലേ നീ. സാബ്ഗുരു ഞാൻ പറഞ്ഞ സാബ്ഗുരു അത്ര കാശ് വെറുതെ പോയില്ലേ? അത് വെറുതെ ആണോ എന്താണെന്നുള്ളതല്ല. അല്ല, ഞാൻ ചോദിക്കുന്ന സാബ്ഗുരു, ഞാൻ ഒരു ബിസിനസ് സൈഡിൽ ഞാൻ ചോദിക്കുവാണ്. അല്ല, ഞാൻ ഒരു ബിസിനസ് സൈഡിൽ ചോദിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ 1300 കോടിക്ക് ഈ മൂഞ്ചൻ ഒരു പമ്പ് മേടിച്ചായിരുന്നു. അതെ, 1000 കോടിയിലാണ് 1000 കോടിയാണ്. ഞാൻ പറയട്ടെ 1000 കോടി. പറയട്ടെ, എന്റെ അണ്ണൻ സംസാരിക്കട്ടെ സാബ്ഗുരു. 1000 കോടി രൂപ മൊത്തത്തിൽ നഷ്ടമായിരുന്നു നമുക്ക്. മൊത്തം 1300 കോടിക്കാണ് നമ്മൾ എസ് പമ്പ് മേടിച്ചത്. 300 കോടിയാണ് ആകെ കിട്ടിയത് ആ ടൈം പീരീഡിൽ. അപ്പം ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ബിസിനസ് പാർട്ട്ണർ ആയതുകൊണ്ട് ഞാൻ നല്ലത് പറയുവാണ് കേട്ടാ. നമ്മളിപ്പോ ഈ 10,000 15,000 കോടിക്കൊക്കെ ഇത് എടുത്തിട്ട് ഈ 1.5 മാസം 2 മാസം കൊണ്ട് ഇതിന്റെ 1/3 പോലും റിട്ടേൺ നമുക്ക് കിട്ടത്തില്ല സാബ്ഗുരു. സത്യം. ഇതില് വേറൊരു വിറ്റ് ഉണ്ടെങ്കിലും പറഞ്ഞോടാ. എന്നാലും ഞാൻ വേറെ കാര്യം പറയാം. ഞാനൊരു പമ്പ് എടുത്തായിരുന്നു 250 കോടിക്ക്. നിങ്ങള് നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്യാങ്ങില്ലേ ഇപ്പം പുതുതായിട്ട് വന്നേ, അവര് പേരെന്നാ മല്ലികന്റെ ഒളങ്കാക്കോട്ടെ. പറഞ്ഞോ. ഞാന് ഈ പ്രാവശ്യം എന്താ ചെയ്തതാണ്, ഞാൻ 750 കോടിക്ക് ഒരു പമ്പ് എടുത്തൊരു വാസന. ഞാന് ഇവര് ഫാമിലി സെറ്റ് ആയല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെന്തെങ്കിലും ബിസിനസ് ഇവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ എന്റെ പമ്പ് ഒരു കയറി കൊടുത്തു. അതില് ഇത്രയും കാലമുള്ള ഒരു ഫണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടില്ല. ആ ഫണ്ട് അവർക്ക് കൊടുത്തു. എനിക്കെന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറയല്ല. ആ പമ്പ് ഞാൻ എടുത്തതും എൻ്റെ ഒരു അഭിമാനത്തിന്റെ പേരിലാണ്. ഈ പമ്പ് ഞാൻ ഓപ്ഷന് വന്നതും സെയിം എൻ്റെ ഒരു സിറ്റുവേഷൻ അഭിമാനത്തിന്റെ പേരിലാണ്. അത് എനിക്ക് KVNോടുള്ള ഹെയ്റ്റ് അല്ല. മനസ്സിലായി. എടാ, നീ എന്തിനെ പറ്റിയ ചന്ദ്ര സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ അണ്ണന് മനസ്സിലാവണില്ലേ? അതായത് സാബ്ഗുരു പറയുന്നത് സാബ്ഗുരുവിന്റെ ഒരു ഈഗോയുടെ ഇഷ്യൂ കൊണ്ടാണ് ഇത് വിളിക്കുന്നത്. ശരിക്കും ഇത് എടുത്തിട്ട് KVക്ക് തന്നെ കൊടുക്കുന്നില്ല. എടുത്തിട്ട് കൊടുക്കുന്ന അതല്ലേ പറഞ്ഞേ? അത് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ഫുള്ളായിട്ട് KV ഒക്കെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല. അണ്ണ എന്താ പറയണേ? അതല്ലേ ഞാൻ പറഞ്ഞ. ഇതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ സംസാരിക്കാൻ KVയുടെ അടുത്ത്. ആ കാശ് തന്നെ വേസ്റ്റ് ആക്കണേ. അവര് വിളിച്ചോട്ടെ. അല്ല, സാബ്ഗുരുവിന്റെ പ്ലാൻ ഇത് വിളിച്ചെടുത്തിട്ട് KVക്ക് കൊടുക്കാനാണോ? അങ്ങനല്ല പറയുന്നത്. എനിക്ക് അതിന് ഒരു പാട്ട് കൊടുക്കണമെന്നുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് സ്റ്റീവേ. ഞാനുണ്ട്, എനിക്കൊന്നും മനസ്സിലാവില്ല.
ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെന്നാല് ഞാനത് ജോണി വാമന്റെ പേരിലാണ് പമ്പ് ഇടുക. അതിന് പേരാ ജോണി വാമൻ മെമ്മറിയിലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ പമ്പിന് പേരിടും. അതില് ഞാനൊരു ചെറിയ പാർട്ട് എന്തെങ്കിലും കേവിയൊക്കെ കൊടുക്കും. അത് എനിക്ക് അവരോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് ഞാൻ പാല് കുടിച്ചാട്ടെ കഴിച്ചിട്ട് സംസാരിക്കാം. കൊറേ നേരം സംസാരിക്കുന്നില്ലേ, ദാഹിക്കണണ്ട. ഇത് അണ്ണനും കഴിച്ചോ പാലും കുക്കീസും. താങ്ക് യു താങ്ക് യു. താങ്ക് യു താങ്ക് യു താങ്ക് യു. അവര് സംസാരിക്കാം. ആടിന്റെ ഇറച്ചി തീരെ തീർന്നിക്കില്ല തോന്നുന്നു. അണ്ണേരി 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 വാസനേരി 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 അണ്ണേരി സംസാരിക്കും. കഴിച്ചോട്ടെ. ആ കഴിയോക്ക് ഞാൻ കുടിച്ചു. തൊലിക്കട്ടി കൂടുതലാണ് ഞാനൊക്കെ എന്ത് സാധനല്ലേ തൊലിക്കട്ടി കൂടി പറഞ്ഞോളാം. ഇവിടെ ഞാൻ പറഞ്ഞത് വാസന്റെ മനസ്സിലായോ? എനിക്കതിൽ യാതൊരു ഹെയ്റ്റ് അവരോടില്ല. ഞാൻ അവരോട് ഹെയ്റ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ പറ്റി ഒരു കുറ്റവും ഇതുവരെ ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു കേവി വന്നാലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും എന്റെ അതായത് ഒരു കട്ടുമുറിയൊക്കെ ഒരു എടുത്തുണ്ടെങ്കിൽ കൊടുത്താൽ പോലെ അങ്ങനെ വിചാരിക്കുള്ളൂ. മനസ്സിലായി. ഞാൻ ഇന്നലെയും പറഞ്ഞു അവര് വിളിക്കട്ടെ, ഷെയ്ക്ക് വിളിക്കട്ടെ എന്നാ പറഞ്ഞേ. അവർക്ക് കിട്ടാണ് അവരെടുക്കട്ടെ അങ്ങനെ പറഞ്ഞേ. എന്നിട്ട് അവർക്ക് എടുക്കാൻ പറ്റൂല എന്നല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആരും വിളിക്കൂല ഇപ്പൊ. നിങ്ങളിപ്പൊ ഞാൻ കാര്യം പറ്റാ സാബ്ഗുരു ഒരു സാധനം വിളിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഞാൻ ഇപ്പൊ സാബ്ഗുരു പറഞ്ഞു എസ് പമ്പില് വിളിക്കാൻ പോണം. ഇല്ല 10,000 കോടി എടുക്കാൻ എന്റെ ഈ നുള്ളി പറയി കഴിഞ്ഞ 10-40 കോടിയാണ് എന്റെ. മനസ്സിലായില്ലേ? അല്ല അതായത് മറ്റേ 300 കോടി പമ്പിന്റെ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിൽ അത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ വിളിക്കും. നിങ്ങൾ 6,000 7,000 14,000 20,000 കോടിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു സാധനം വിളിക്കാൻ പോണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പോകുമ്പോ അതാണ് നിങ്ങളുടെ എല്ലാവരും ചോദിക്കണേ. സാബ്ഗുരു ഞാൻ ഒരു കാര്യം പറയട്ടാ. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കിടില ബിസിനസ് ചെയ്യാം. ഞാൻ പറഞ്ഞു തരട്ടെ അതെങ്ങനെയാന്ന്. നിങ്ങളുടെ സിറ്റിയിൽ വൺ ഓഫ് ദ കിടിലൻ ബിസിനസ് മാനാ. അത്രയും ബാക്കപ്പ് ഉണ്ട്. ഇപ്പൊ ഓപ്ഷന് വരുമ്പോ സമയത്ത് നിങ്ങളുടെ ഓഫീസിൽ ആൾക്കാർ വരും, നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഇതുപോലെ നിങ്ങൾ വിളിക്കുന്നുണ്ടോ. അന്നേരം നിങ്ങൾ പറയണം ഒരു 100 കോടി ഞാൻ അത് വിളിക്കത്തില്ല. നിങ്ങൾക്ക് കാശും കിട്ടി, വിളിക്കാനും പോലെ പ്രശ്നം തീർന്നില്ലേ? ഇടയ്ക്ക് വിളിക്കാം നമുക്ക് ഇടയ്ക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോളൂ. എനിക്ക് പൈസ എന്തിനാ പിന്നെ ബിസിനസ് ചെയ്യാണ്ട്? നിനക്ക് തന്നിട്ട് എന്ത് ചെയ്യാനാടാ? നിനക്ക് തന്നിട്ട് എന്ത് ചെയ്യും നീ? ഞാൻ ബിസിനസ് ചെയ്യും. എന്ത് സിറ്റിയില് അതിനല്ലേ പുള്ളി നേരിട്ട് ചെയ്യണത്. ശരി എന്നാ ഒരു കാര്യം ചെയ്യോ. ബിസിനസ് എന്താ? 200 കോടിയുള്ള പമ്പിനെ 1000 കോടിക്ക് ലേലം വിളിച്ചെടുക്കുക, എന്നിട്ട് നഷ്ടത്തിൽ ഓടുക, വീണ്ടും എന്നെ മൂഞ്ചിക്കുക. ഇതല്ല നിന്റെ ബിസിനസ്? ഇല്ല ഈ 1000 കോടി ചെയ്ത ഏതെങ്കിലും ഒരു സക്സസ്ഫുൾ ബിസിനസ് പറയടാ. ഏതെങ്കിലും ഒരു സക്സസ്ഫുൾ ബിസിനസ്. CNB എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നീ ആകെ പണിയെടുക്കാതെ നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാ സൂര്യബോസിനെയാ. CNB മാരേജ് നടത്തിയിട്ട് എനിക്ക് ബാബുവിനും കിട്ടിയത് എനിക്ക് അറൗണ്ട് 1000. എടാ സ്റ്റീവേ, അത് വേണ്ട വെറുതെ ഇരി. അത് എല്ലാ ഉച്ചിലും ഒന്നും വീണോണ്ടിരിക്കുന്ന സമയമാണ്. കൊണ്ടങ്ങ് പോകും. ഉച്ചിലല്ല ഒബ്ലാകൊട്ടല്ല വന്ന് നമ്മളൊരു ബസ്സിന്റെ ഡീൽ ചെയ്തിട്ട് പറഞ്ഞേ. ഞാനാണ് എനക്ക് ഒരു ബസ്സിന്റെ പുറകെ ഇരിക്കുകയാണ് കുറെ നേരം. ഞാനതല്ല ചിന്തിക്കുന്നത്. ഇവർക്കൊക്കെ എന്താ ഇവർക്കൊന്നും ഇതൊരു അല്ല ഞാൻ ഒരു ആർപ്പേറ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അല്ല ഞാൻ കാര്യം കേട്ടോ സാബ്ഗുരു. അവർക്ക് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അതായത് നിങ്ങളിപ്പം അതില് വിളിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് അവർക്കൊരു വിഷമ പറഞ്ഞിട്ട്. അത് പുറത്തെ കാര്യമായിരിക്കും ചിലപ്പോ പറയുന്നത്. ഏത് വാട്ടവർ ഞാൻ പറയണ നിങ്ങൾ ജസ്റ്റ് സംസാരിക്കും. ഞാന് പുറത്താണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇതുവരെ ഞാൻ ഓരോ വെല്ലുവിളിച്ചിട്ട് ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇതെന്തോ കാര്യം നിനക്ക് മനസ്സിലായില്ല ചന്ദ്ര. ചാറ്റിൽ വന്ന് പുള്ളി എടുത്ത് മറ്റേ ചിലപ്പോ കേവിയുടെ ചിലപ്പോ ഓഡിയൻസ് ആരും കണ്ടു ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പുള്ളി പറഞ്ഞിട്ടുണ്ടാവും അതിന് നിങ്ങൾ എന്തോ ഒന്ന് പറഞ്ഞാലും ഞാൻ പമ്പ് എടുക്കുമെന്ന്. മനസ്സിലായോ? അതേ അത്രേ ഉള്ളു സംഭവം. ഇതിവിടെ അത്രേ ഉള്ളൂ ഇത് സംസാരിക്കാം നമുക്ക്. ഇത് നമുക്ക് സംസാരിക്കാം. ഇത് വേണമെങ്കിൽ നമുക്കിപ്പോ കേവി ആയിട്ട് വേണമെങ്കിൽ ഒരു മീറ്റിംഗ് വെച്ചാലോ?
വെച്ചോ ഞാൻ റെഡിയാണ്. എനിക്ക് ഒരു ഫേസ് ചെയ്യാനുള്ള ഒരു പ്രശ്നവും പക്ഷെ ഈ കാര്യം ഒന്നെന്ന് പറയാം, നമുക്ക് പ്രശ്നമുള്ള കാര്യം ഇനി സംസാരിക്കാം. അതായിരിക്കും അല്ല അണ്ണാ, അതെ 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 നമുക്ക് അല്ലല്ല, സൊല്യൂഷൻസ് ഞാൻ വേറെ കാര്യത്തോട് പറയാം. സാബ് ഗുരു ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പകുതിക്ക് ഞാൻ ഉറങ്ങിപ്പോയി. നല്ല സ്ലോ ആയിരുന്നു. ഇതേ സാധനം നമ്മൾ അവിടെ ചെന്ന് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂർ പോകും. അവരൊരു 40 മിനിറ്റ് വീണ്ടും പറയും. വീണ്ടും പോകും. അപ്പൊ 1.5 മണിക്കൂറായി. ഞാൻ പറയാം അവര് കൈവെക്കാൻ നോക്കണേ ആ സാബുരിനെ ഒന്ന്. ഞാൻ വിളിക്കാം.